ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ്ലൈൻ ഫുട്ബോൾ. അങ്ങനെ ഒഫീഷ്യലായിട്ട് നമ്മൾ ആർസണൽ ഫാൻസിന് ഇനി സെലിബ്രേഷൻ ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ്. വിക്ടർ ഗോയ്കസ് ടു ആർസണൽ എഗ്രിമെൻ്റ് എത്തി, വെർബൽ എഗ്രിമെൻ്റ് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഓൾ പാർട്ടീസ് ഇൻവോൾവ് വെർബൽ എഗ്രിമെൻ്റ് എത്തി. 63.5 മില്യൺ യൂറോസ് പ്ലസ് 10 മില്യൺ യൂറോസ്. ആ 10 മില്യൺ യൂറോസ് എന്ന് പറയുന്ന ആഡ് ഓൺ തുകയിലാണ് ഈ സ്പോർട്ടിങ്ങിൻ്റെ പഹയന്മാർ ഇങ്ങനെ കിടന്ന് പിടിച്ചു തൂങ്ങിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസം. അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഡീലായി തീരേണ്ടതായിരുന്നു, എഗ്രിമെൻറ്റിൽ എത്തേണ്ടതായിരുന്നു. എനിവേ അവസാനം ഇപ്പോൾ ഏജൻറ്റ്സ് അവരുടെ കമ്മീഷൻ കുറയ്ക്കാം എന്നുള്ള രീതിയിലേക്ക് വരെ എത്തി എന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. എന്തായാലും ആ പഹയന്മാരായിട്ട് വല്ലാത്തൊരു കച്ചവടമായിരുന്നു. ഇനി മിക്കവാറും ആർസണൽ സ്പോർട്ടിങ്ങായിട്ട് കച്ചവടം നടത്താനുള്ള ചാൻസ് വളരെ കുറവാണ് അടുത്തെങ്ങാനും. സോ എനിവേ അവരായിട്ടൊരു വെർബൽ എഗ്രിമെൻറ്റിൽ എത്തി, ഓൾ പാർട്ടീസ് ഇൻവോൾവ്. വിക്ടർ ഗോയ്കേഴ്സിൻ്റെ ആ ഒരു സാഗ, ആർസണലിൻ്റെ സ്ട്രൈക്കർ സാഗ ഏറെക്കുറെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്കറിയാം, ഒബമയാങ്ങിന് ശേഷം ഒരു സ്ട്രൈക്കർ, ഒരു പ്യുവർ നമ്പർ 9 സ്ട്രൈക്കർ ക്ലബിലേക്ക് കടന്നു വരുന്ന എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണെന്ന് ആലോചിക്കണം. സോ ആർസണൽ ഫാൻസിന് ഈ ഒരു സൈനിങ് എന്ന് പറയുന്നത് അത്രയ്ക്കും വാല്യുബിൾ, അല്ലെങ്കിൽ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സൈനിങ്. ശരിക്കും കുറേ നാളിങ്ങനെ പെൻഡിങ്ങിൽ വെച്ച് പോയൊരു കാര്യമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഹിയർ വി ഗോ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിച്ചാണല്ലോ, കുറേ ആയാലും ഇങ്ങനെ പോകുന്നു, ഇപ്പോഴാണ് വന്നത്, ഓക്കെ ഫൈൻ എന്നേ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ശരിക്കും വൈകിട്ട് ആ ഫെബ്രുവരി റൊമാനോൻ്റെ ആ ഹിയർ വി ഗോ അനൗൺസ്മെൻറ്റ് കണ്ടപ്പോൾ ശരിക്കും ആ ഒരു ഇമ്പാക്റ്റ് കിട്ടി എന്നുള്ളതാണ്. കാരണം ആ ഒരു പ്ലെയർ ഓൾറെഡി ആ പ്ലെയർ നമ്മുടെ ക്ലബിലേക്ക് വരുന്നതിനുള്ള ഒരു പാഷൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ അതിൽ തന്നെ നമ്മൾ ആർസണൽ ഫാൻസ് ഒരുപാട് ഫ്ലാറ്റ് ആയതാണ്. അതേപോലെ തന്നെ ആ ഒരു പൊസിഷൻ, സ്പെസിഫിക്കലി ആ ഒരു പൊസിഷൻ, ആ സ്ട്രൈക്കർ പൊസിഷൻ, മറ്റേത് പൊസിഷനിലേക്ക് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് വന്നാലും കിട്ടാത്തൊരു സന്തോഷം നമുക്ക് ആ ഒരു പൊസിഷൻ ഫില്ല് ചെയ്തപ്പോൾ, അതും യൂറോപ്പിൽ തന്നെ കില്ലർ ഫോമിൽ കളിക്കുന്ന, ലാസ്റ്റ് 2 സീസണെ റെക്കോർഡ് ബ്രേക്കിംഗ് ഗോൾ സ്കോറിങ് ചാർട്ടുള്ളൊരു പ്ലെയർ ആർസണലിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ, അതും ഒരുപാട് ആർസണൽ ഫാൻസ് യെസ് ഗോയ്കേഴ്സാണോ സെസ്കോണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ആരോ എതിരഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗോയ്കേഴ്സിൻ്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റീസിന് ആരും കുറച്ച് കണ്ടിട്ടില്ല ഒരു പോയിന്റിൽ പോലും. സോ അത്രയും കില്ലർ ഫോമിലുള്ളൊരു ഇൻ ഡിമാൻഡ് സ്ട്രൈക്കറെ നമ്മൾ ക്ലബിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വാല്യുബിൾ തിങ് ഫോർ ആർസണൽ ഫാൻസ്. അതുമാത്രമല്ല, കുറേ ട്രാൻസ്ഫർ വിൻഡോസ് അടുപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മികച്ച ട്രാൻസ്ഫർ വിൻഡോ. ഓൾറെഡി ഇപ്പോൾ ഗോയ്കേഴ്സിനെ മാറ്റി നിർത്തിയാലും ഒരുപാട് സൈനിങ്സ് കൂട്ടിയാൽ തന്നെ ഇതൊരു മികച്ച സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തന്നെയാണ് ആർസണലിൽ കുറേ കാലത്ത് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ അതിനെയൊക്കെ ഒന്ന് കടത്തി വെട്ടുന്ന, ഇത്രയും സൈനിങ്സ് ചെയ്തതിൻ്റെ മേലേക്ക് വെക്കുന്ന ഒരു സൈനിങ് ആണ് വിക്ടർ ഗോയ്കേഴ്സിൻ്റെ എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതുമാണ് അത്. എനിവേ 63.5 മില്യൺ യൂറോസ് പ്ലസ് 10 മില്യൺ യൂറോസിൻ്റെ ആ ഒരു പാക്കേജ് വെർബൽ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എത്തി എന്നുള്ളതാണ്. പ്ലെയർ ഓൾറെഡി ആസ് പെർ റിപ്പോർട്ട്സ് അറിയാൻ കഴിയുന്നു, പ്ലെയർ ഓൾറെഡി ഫിസിക്കൽ ട്രെയിനിങ്, ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഒക്കെ പ്ലാൻ പ്രകാരം നടത്തുന്നുണ്ടായിരുന്നു. എഗ്രിമെൻ്റ് എത്തിയാൽ ഉടനെ മെഡിക്കൽ, അതിനുശേഷം നേരെ പ്ലെയർ ഏഷ്യയിലേക്ക് പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഏഷ്യയിൽ ഓൾറെഡി നമ്മുടെ ടീം പ്രീ സീസൺ ടൂർ നടത്തുന്നുണ്ട്. സോ അതിലേക്ക് പ്ലെയർ ഉടനെ തന്നെ മെഡിക്കൽ കഴിഞ്ഞ് ജോയിൻ ചെയ്യും തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ക്രിസ്ത്യൻ മോസ്കോയുടെ കാര്യത്തിലും ഇതേപോലെ എഗ്രിമെൻറ്റിൻ്റെ കാര്യത്തിൽ ചെറിയ ഒരു ഫൈനൽ ടച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്, ആ ഒരു എഗ്രിമെൻറ്റ് ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ക്രിസ്ത്യൻ മോസ്കോ ഓൾറെഡി ഏഷ്യയിലേക്ക് പോയി കഴിഞ്ഞു, സിംഗപ്പൂരിലേക്ക് പോയി കഴിഞ്ഞു. അവിടെ ഒരു എഗ്രിമെൻറ്റ് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ടീമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. സോ അതേ ഒരു പാത്ത് തന്നെ ഇനിയിപ്പോൾ വിക്ടർ ഗോയ്കേഴ്സിൻ്റെ ഭാഗത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ഉടനെ തന്നെ മെഡിക്കലും കാര്യങ്ങളും, അതിനുശേഷം നേരെ ഏഷ്യയിലേക്ക് ആസ് ഓൾ പ്ലാൻഡ് എന്നുള്ള രീതിയിലാണ്. സോ ഇനി എന്തായാലും പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾഡ് ട്രാഫോർഡിൽ റൂബൻ അമോറിമിൻ്റെ തട്ടകത്തിൽ തന്നെ ഗോയ്കേഴ്സിൻ്റെ ആർസണൽ ഡെബ്യൂ കാണാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയില്ല ഇപ്പോൾ പ്രീ സീസൺ എത്ര സമയത്തുള്ളിൽ പ്ലെയർക്ക് ടീമിനോട് ജോയിൻ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ പ്ലെയറിന് ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. എനിവേ കുറേ നാളുകൾക്ക് ശേഷം ഒരു മികച്ച ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ആർസണൽ കടന്നു പോകുന്നു. ആ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇതുവരെ നേടിയ സൈനിങ്സിനേക്കാളും കൂടുതൽ സന്തോഷം ഒറ്റൊരു ട്രാൻസ്ഫർ സൈനിങ്ങും ഉണ്ട്. അത് ഇത്രയും വർഷങ്ങളുടെ ഒരു ഗ്യാപ്പുണ്ട്. അതാ പറയുന്നത്. ഇടയിൽ ഇപ്പോൾ ചിലർ പറയും ഗബ്രിയേൽ ജീസസിൻ്റെ കാര്യം ഒരു പ്രോപ്പർ നമ്പർ 9 ആയിട്ട് ആരും കൺസിഡർ ചെയ്യരുത് എന്നുള്ളതാണ്. ആൻഡ് ഗോയ്കേഴ്സ് വരുന്നതോടുകൂടി നമുക്ക് ആ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിലെ ഒരു മിസ്സിംഗ് പീസ്, 2 കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് അത്രയും സന്തോഷം തരുന്നത്. ഒന്ന്, വിക്ടർ ഗോയ്കേഴ്സിനെ പോലെ ഇൻ ഡിമാൻഡുള്ള ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു ടീമിൽ ഒരു പ്രോസസ്സിലെ ഒരു മിസ്സിംഗ് പീസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രൈക്കർ പൊസിഷൻ തന്നെയായിരുന്നു എന്ന് ഒരുപാട് റൈവൽ ഫാൻസൊക്കെ, നമ്മുടെ ഫാൻസൊക്കെ ഒരുപാട് പറയുന്നൊരു കാര്യമായിരുന്നു. ആ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാണ്ട് നിങ്ങൾ ഗുണം പിടിക്കില്ല എന്നുള്ളത്. സോ ഇപ്പോൾ ഗുണം പിടിക്കാനുള്ള സ്ട്രൈക്കറേയും കൂടി എത്തിച്ചിട്ടുണ്ട്. ഇനി എന്താണെന്നുള്ളത് കണ്ടാൽ ഇനി ആ ഒരു മിസ്സിംഗ് പീസ് നമ്മളവിടെ ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതോടുകൂടി. സോ വളരെ സന്തോഷകരമായ ന്യൂസാണ് ആർസണൽ ഫാൻസിന്. ഞാൻ പറഞ്ഞാൽ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ആ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. സോ ലാസ്റ്റ് സീസണിൽ ഗബ്രിയേൽ
വിക്ടർ ഗോയിക്കസിനെതിരെയാണ് ഈ ഒരു സെലിബ്രേഷൻ നടത്തിയെങ്കിൽ നെക്സ്റ്റ് സീസൺ തൊട്ട് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് ഈ സെലിബ്രേഷൻ നടത്താമെന്നുള്ളതാണ്. അതിനുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. ആൻഡ് ഇനി നമ്മൾ നോക്കുന്ന മറ്റൊരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എവറച്ചി എസ്സയുടെ കാര്യമാണ്. സോ എവറച്ചി ഇനിയിപ്പോൾ എല്ലാവരും ഇപ്പോൾ വിക്ടർ ഗോയിക്കസിൻ്റെ കാര്യം തീരുമാനമായി, ഓക്കെ ഫൈൻ, ഒരുപാട് കുറച്ച് അലച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു തീരുമാനമായി. നെക്സ്റ്റ് എവറച്ചി എസ്സെ അതൊരു മിസ്സിംഗ് പീസായിട്ട് വരരുത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ആർസണൽ ഫാൻസും കാണുന്നൊരു കാര്യമാണ്. സോ എവറച്ചി എസ്സയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സ് പ്രകാരം പ്ലെയർ ഇൻട്രസ്റ്റഡ് ആയിട്ട് വെയിറ്റിംഗ് ആണ് ആർസണൽ എന്നുള്ള രീതിയിലൊക്കെയാണ് റിപ്പോർട്ട് വരുന്നത്. ഒരു ക്ലബ് ടു ക്ലബ് എഗ്രിമെൻറ്റും ടോക്സും കാര്യങ്ങൾക്ക് വേണ്ടി പ്ലെയർ വെയിറ്റ് ചെയ്താന്ന് പറഞ്ഞത്. പിന്നെയും റിപ്പോർട്ട്സ് വന്നതിൽ പറയുന്നു ചെൽസിയോടും ബയണിനോടും പ്ലെയർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു തൻ്റെ പ്രയോറിറ്റി ആർസണലാണ് എന്നുള്ള രീതിയിൽ. സോ മിക്കേൽ ആർട്ടറ്റയും വളരെ ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു പ്ലെയറിൽ. ക്ലബിനെ ആർസണൽ ബോർഡിനെ മിക്കേൽ ആർട്ടറ്റ ഈ വിഷയം അറിയിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. സോ എവറച്ചി എസ്സയുടെ കാര്യമാണ് അടുത്തത് ആർസണൽ പെട്ടെന്ന് തന്നെ സീൽ ചെയ്യണമെന്ന് ആർസണൽ ഫാൻസ് ഇപ്പോൾ മുറവിളി കൂട്ടുന്നത് എന്നുള്ളതാണ്. അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഒരു സ്റ്റാർട്ടിംഗ് ലെവലിലെ മിസ്സിംഗ് പീസ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും നെക്സ്റ്റ് സീസണിൽ നമുക്ക് വളരെ വാല്യുബിൾ ആയിട്ട് വന്നേക്കാവുന്ന, അല്ലെങ്കിൽ മേ ബി ഒരു വിന്നിങ് കാറ്റലിസ്റ്റ് ആയിട്ട് വന്നേക്കാവുന്ന ഒരു സൈനിങ് തന്നെ ആയിരിക്കും എവറച്ചി എസ്സയുടെ എന്നുള്ളത്. എവറച്ചി എസ്സയാണ് അടുത്ത ഒരു സൈനിങ് ആർസണൽ ഫാൻസ് ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ്. വിക്ടർ ഗോയിക്കസിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് സ്പോർട്ടിങ്ങിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് പ്ലെയറിനെ ഈ മാൻചെസ്റ്റർ യുണൈറ്റഡിന് മുന്നിലേക്ക് ഓഫർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ അവിടെയെല്ലാം വിക്ടർ ഗോയിക്കസിൻ്റെ ആൻസർ വളരെ സ്റ്റേൺ ആയിട്ടുള്ളൊരു നോ ആയിരുന്നു. എനിക്ക് ആർസണൽ മതി, ഞാൻ അവിടെ ലോക്ക്ഡൗൺ ആണ് എന്നുള്ള രീതിയിൽ ഫേം ആയിട്ട് തന്നെ പ്ലെയർ അതൊക്കെ നിരസിച്ച് കളഞ്ഞിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട്സ് പ്രകാരം പ്ലെയറിൻ്റെ മെഡിക്കൽ സിംഗപ്പൂർ വെച്ചായിരിക്കും നടക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആൻഡ് ക്രിസ്റ്റ്യൻ മോസ്കുരയും വിക്ടർ ഗോയിക്കസും മേ ബി ന്യൂകാസിൽ ഗെയിമിലായിരിക്കും, മിലാൻ ഗെയിമിൽ എന്തായാലും പറ്റില്ല, ന്യൂകാസിൽ ഗെയിമിലായിരിക്കും പ്രീ സീസൺ ടൂറിൽ ടീമിൻ്റെ കൂടെ കളിക്കാൻ ഇറങ്ങാനുള്ള ചാൻസ് കൂടുതൽ എന്ന് പറഞ്ഞ് കേൾക്കുന്നു. ആൻഡ് ഇനി മറ്റുള്ള ട്രാൻസ്ഫർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലിവർപൂളിലെ ഹ്യൂഗോ എക്കിറ്റിക്ക മെർസിസൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് റാഷ്ഫോർഡ് ബാഴ്സലോണ പ്ലെയറായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. പുതിയ ബാഴ്സലോണ പ്ലെയർ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തു എന്നുള്ളതാണ്. ചെൽസിയിൽ നോക്കുകയാണെങ്കിൽ റെനാറ്റോ വേഗയ്ക്ക് വേണ്ടി അത്ലറ്റിക്കോ മാഡ്രിഡും ചെൽസിയും ഡയറക്റ്റ് കോൺടാക്ട്സ് ക്ലബ് ടു ക്ലബ് ടോക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്ലറ്റിയുടെ ഓൾറെഡി റെനാറ്റോയൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. 40 മില്യൺ യൂറോസ് വേണം എന്നാണ് ചെൽസി പറയുന്നത് എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. സോ ഇനി എന്തായാലും ടോക്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിവർപൂൾ റോഡ്രിഗോയ്ക്ക് വേണ്ടി പ്ലെയറിൻ്റെ ക്യാമ്പുമായിട്ട് ഡയറക്റ്റ് ടോക്സ് സ്റ്റാർട്ട് ചെയ്തു എന്ന് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ആൻഡ് മാൻചെസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗർനാച്ചോ, ആൻ്റണി, മലാഷ്യ ആൻഡ് ജേഡൻ സാൻചോ, ഈ 4 പ്ലേയേഴ്സിനെയും ഒഴിവാക്കുകയാണ് അവർ പ്രീ സീസൺ ടൂറിൽ നിന്നും. എല്ലാം 4 പേരും വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ആൻഡ് ഹാരി മെഗ്വയറും ടീമിൻ്റെ കൂടെ പ്രീ സീസൺ ടൂറിൽ ആദ്യം ഉണ്ടാവില്ല. ഒരു പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് പ്ലെയർ ഉണ്ടാവാത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. ആൻഡ് പകുതി ആവുമ്പോഴേക്കും ആൾ തിരിച്ച് ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റുള്ള 4 പ്ലേയേഴ്സിനെയും സെയിലിന് വെച്ചേക്കുകയാണ്. ആൻഡ് ബേർണമത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇലിയാസ് ബെർണിയുടെ കാര്യത്തിൽ PSG ഓൾറെഡി ഒരു പേഴ്സണൽ എഗ്രിമെൻറ്റ് പ്ലെയറായിട്ടുള്ളതാണ്. എഗെയിൻ അവർ അപ്രോച്ചായിട്ട് വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ടോട്ടനം ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞെങ്കിലും ഒരു ഒഫീഷ്യലി ടോക്സും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ടോട്ടനം. സോ PSG തന്നെയാണ് ക്ലിയർ ഫേവറേറ്റ്സ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ബ്രാൻഫോർഡിൻ്റെ യോണി വിസയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പ്ലെയർ പോർച്ചുഗലിലെ ടീമിൻ്റെ പ്രാക്ടീസ് ക്യാമ്പിൽ നിന്നും പ്ലെയർ ലെഫ്റ്റ് അടിച്ച് പോന്നിട്ടുണ്ട്. ഒരു ഫ്യൂച്ചറിനെ പറ്റി അൺസർട്ടനിറ്റി ഉള്ള കാരണമാണത്. ഇപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡ്, ടോട്ടനം, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അങ്ങനെ ഈ 3 ക്ലബ്ബുകളും വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ ഓൾറെഡി 25 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ബിഡ് ബ്രെൻഫോർഡ് റിജക്റ്റ് ചെയ്തു. ന്യൂകാസിൽ 30 മില്യൺ പൗണ്ടിന് മേലെയുള്ള ഒരു ബിഡുമായിട്ട് ഇനി വരാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 50 മില്യൺ അടുത്തെങ്ങാണ്ട് കോട്ട് ചെയ്തിരുന്നു ബ്രെൻഫോർഡ് എന്ന് അറിയാൻ കഴിയുന്നു. പക്ഷേ പ്ലെയറും പുഷ് ചെയ്യുന്നുണ്ട് മൂവിന് വേണ്ടി. സോ ന്യൂകാസിലിൻ്റെ ഒരു ബിഡ് എന്താകുമെന്നുള്ളത് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ആൻഡ് പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വന്ന സണ്ടർലാൻഡ് ഗ്രാനൈറ്റ് സാക്കയെ നോക്കുന്നതായിരുന്നു നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പറയുന്നുണ്ടായിരുന്നു. ഗ്രാനൈറ്റ് സാക്കയായിട്ട് ഇപ്പോൾ ഒരു പേഴ്സണൽ എഗ്രിമെൻറ്റും കാര്യങ്ങളിലേക്കൊക്കെ എത്തി. ഗ്രാനൈറ്റ് സാക്ക തന്നെ ബയർ ലെവർകൂസൻ്റെ ബോർഡിനോട് പറഞ്ഞു ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അവരായിട്ടുള്ളൊരു സണ്ടർലാൻഡായിട്ടുള്ളൊരു ഡീലും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യണമെന്ന് ഗ്രാനൈറ്റ് സാക്ക തന്നെ ബോർഡിനോട് പറഞ്ഞായിട്ട് അറിയാൻ കഴിയുന്നു. ബയർ ലെവർകൂസനാണെങ്കിൽ ചെൽസിയിൽ സ്റ്റെർലിങ്ങിൻ്റെ കാര്യത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ഇത്തിരി ശ്രദ്ധയിലാണ് എന്നുള്ള രീതിയിൽ പുതിയതായിട്ട് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്നുള്ളതാണ്. ബൊറൂസിയ ഡോർട്ട്മുണ്ട് ജിയോ റെയ്നയും ഇറ്റാലിയൻ ക്ലബ്ബായ പാർമയും തമ്മിലൊരു പേഴ്സണൽ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ക്ലബ് ടു ക്ലബ് എഗ്രിമെൻറ്റ് ഏറെക്കുറെ അടുക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്സ് വരുന്നത്. ആൻഡ് ക്രിസ്റ്റൽ പാലസ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ മുന്നാകെ അവരുടെ
യൂറോപ്പ ലീഗ് സ്ഥാനത്ത് നിന്ന് അവർ ഡിമോട്ട് ചെയ്തതിനെ ചൊല്ലി അപ്പീൽ നൽകിയിട്ടുണ്ട് എന്നുള്ള കൺഫർമേഷൻ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്ന വിക്ടർ ഗോയിക്കേഴ്സിൻ്റെ ആ ഒരു ഹിയർ വി ഗോൻ്റെ കൂടെ പറഞ്ഞു പോകുന്ന ട്രാൻസ്ഫർ വിശേഷങ്ങളും ഫുട്ബോൾ ന്യൂസും ഒക്കെ. സോ ആർസണൽ ഫാൻസ് നിങ്ങൾ എത്രത്തോളം ത്രിൽഡാണ്? സർപ്രൈസ് അല്ല, നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ലെങ്തി സാഗ തന്നെയായിരുന്നു. ആദ്യം ഗോയിക്കേഴ്സ് ആണോ സെസ്കോ ആണോ, അതിൽ നിന്ന് മാറി ഓക്കെ സെസ്കോ ഇല്ല പോട്ടെ ശരി ഗോയിക്കേഴ്സ് വന്നു. അതിന് ഗോയിക്കേഴ്സ് എപ്പോൾ അത് വന്നപ്പോൾ വില്ലനായിട്ട് വരൻഡാസ് സ്പോർട്ടിങ്ങിൻ്റെ ആൾക്കാർ വന്നു. അവന്മാരായിട്ടൊക്കെ ഇപ്പോൾ ഒരു പോയിന്റിലെത്തി, ഫീസൊക്കെ ഓക്കെ ആയെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആഡ് ഓൺസിൻ്റെ കാര്യത്തിൽ പ്രശ്നം. അപ്പോൾ അവസാനം എല്ലാം കൂടി ഒരു വെർബൽ എഗ്രിമെൻറ്റിൽ എത്തി. സോ ഒരു ലെങ്തി സാഗ തന്നെയായിരുന്നു ആർസണൽ ഫാൻസിന്. തുടക്കം ത്രില്ലിങ്ങും പിന്നെ പകുതിക്ക് വെച്ച് ബോറിങ്ങും പിന്നെ ഫ്രസ്ട്രേറ്റിങ്ങുമായ ഒരു സാഗ തന്നെയായിരുന്നു അത്. എന്തായാലും അത് കഴിഞ്ഞ് കിട്ടിയത് വളരെ സന്തോഷമുള്ളൊരു കാര്യം. എനിവേ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് വളരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് നമ്മുടെ ചാനലിനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, finally thank you for watching this video and have a nice day.